നമസ്കാരം. ക്രിസ്മസിന് ക്രിസ്ത്യൻ ഭവനങ്ങൾ സന്ദർശിച്ചും അരമനകൾ കയറി അപ്പവും വീഞ്ഞും പങ്കിട്ടും BJP നടത്തിയ തെരഞ്ഞെടുപ്പ് അഭ്യാസം അന്ന് വലിയ ചർച്ചയായെങ്കിലും പൊതുവിൽ വലിയ ഗുണം അതുകൊണ്ടുണ്ടായില്ലെന്ന് വേണം കണക്കാക്കാൻ. ക്രിസ്ത്യൻ സഭകൾ എന്തെങ്കിലും ധാരണകൾ BJPയുമായി ഉണ്ടാക്കിയെങ്കിൽ അതിന്റെ ഫലം തൃശൂരിൽ മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. ക്രൈസ്തവരെ കൂടെ നിർത്താനുള്ള BJPയുടെ ശ്രമം അവരെ കാര്യമായി തുണച്ചില്ലെങ്കിലും വ്യക്തിഗതമായി സുരേഷ് ഗോപിക്ക് നേട്ടമായി. തൃശൂരിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് വോട്ട് നേടാൻ സുരേഷ് ഗോപിക്കായി. എന്നാൽ ക്രൈസ്തവർ നിർണായക സ്വാധീനമായ മധ്യ കേരളത്തിൽ BJPയുടെ മറ്റു സ്ഥാനാർത്ഥികൾക്ക് ഈ ആനുകൂല്യം കിട്ടിയില്ല. കഴിഞ്ഞ തവണ ലഭിച്ച 2,93,822 വോട്ട് ഇത്തവണ 4,12,338 വോട്ടായി ഉയർത്താൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു. തൃശൂർ ലൂർദ് പള്ളിയിൽ സ്വർണ്ണ കിരീടം സമർപ്പിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായി ക്രൈസ്തവരിൽ ഒരു വികാരമുണ്ടാക്കി. ഇത് വിവാദമായപ്പോഴും വളരെ പക്വതയോടെയാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്. ക്രൈസ്തവ സ്വാധീനം അധികമുള്ള തൃശൂർ, ഒല്ലൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് 25,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം നേടാനുമായി സുരേഷ് ഗോപിക്ക്. മണിപ്പൂരോ, പുത്തൻപള്ളി, പാലയൂർ പള്ളി വിവാദങ്ങളോ ഒന്നും തൃശൂരിൽ കാര്യമായി ഏറ്റില്ല. ചാലക്കുടിയിൽ കഴിഞ്ഞ തവണ മത്സരിച്ച BJPയിലെ AN രാധാകൃഷ്ണൻ 1,54,159 വോട്ടുകൾ നേടിയപ്പോൾ ഇത്തവണ BDJSലെ KA ഉണ്ണികൃഷ്ണന് 1,06,245 വോട്ടേ കിട്ടിയുള്ളൂ. ഇവിടെ ക്രൈസ്തവരിൽ ഒരു വിഭാഗത്തിന്റെ വോട്ട് 2020 നേടിയതായി കരുതപ്പെടുന്നുണ്ട്. അഡ്വക്കേറ്റ് ചാർലി പോളിന് 1,05,560 വോട്ട് ലഭിച്ചു. എറണാകുളത്ത് കഴിഞ്ഞ തവണ BJPയിലെ അൽഫോൺസ് കണ്ണന്താനം നേടിയത് 1,37,749 വോട്ടായിരുന്നു. ഇത് 1,44,500 ഇപ്രാവശ്യം ഡോക്ടർ KS രാധാകൃഷ്ണൻ ആയുള്ളൂ. ഇടുക്കിയിലും BDJS സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായില്ല. 78,648 വോട്ട് 91,323 വോട്ടായാണ് കൂടിയത്. കോട്ടയത്തും സമാനമാണ് സ്ഥിതി. കഴിഞ്ഞ തവണ PC തോമസ് നേടിയ 1,55,135 വോട്ടിൽ നിന്ന് 1,63,605 വോട്ടിലെത്തിക്കാനേ തുഷാർ വെള്ളാപ്പള്ളിക്കായുള്ളൂ. എന്നാൽ പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് കുറച്ച് വോട്ട് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് കിട്ടിയെന്ന വിലയിരുത്തലുണ്ട്. കഴിഞ്ഞ തവണ K സുരേന്ദ്രന് 2,97,396 വോട്ട് നേടാനായെങ്കിലും 2,34,098 വോട്ട് നേടി അനിൽ ആന്റണി മികച്ച പ്രകടനമാണ് നടത്തിയത്. ശബരിമല വിഷയം കത്തി നിന്ന 2019 തിരഞ്ഞെടുപ്പിലെ വോട്ട് BJPയുടെ അടിസ്ഥാന വോട്ടായി കണക്കാക്കാനാകില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 1.60 ലക്ഷം വോട്ടാണ് അവിടെ ലഭിച്ചത്. ഇതിൽ നിന്ന് വലിയ കുതിപ്പ് നടത്താൻ അനിലിനായി എന്നാണ് കണക്കാക്കേണ്ടത്. അതേസമയം തിരുവനന്തപുരം തീരദേശത്തെ ലത്തീൻ സഭാ വോട്ടുകളാണ് ശശി തരൂരിനെ അന്തിമ നിമിഷത്തിൽ തുണച്ചത്. വിഴിഞ്ഞം സമരം ഉൾപ്പെടെയുള്ള വിവിധ കാരണങ്ങളാൽ ഇത്തവണ രാജീവ് ചന്ദ്രശേഖരനെ തുണയ്ക്കണമെന്ന് ലത്തീൻ സഭയിൽ ഒരു വിഭാഗത്തിന് തുടക്കത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഇത് വോട്ടായി മാറിയില്ല. പതിവ് പോലെ UDF അനുകൂലമായി തന്നെയാണ് ഇവർ വോട്ട് ചെയ്തതെന്ന് കണക്കുകൾ കാണിക്കുന്നുണ്ട്. തീരദേശ മേഖലകളിൽ വോട്ടെണ്ണൽ എത്തിയ അന്തിമ ഘട്ടത്തിലാണ് രാജീവിൽ നിന്നും തരൂർ മണ്ഡലം തിരിച്ചുപിടിച്ചത്. തിരഞ്ഞെടുപ്പ് കാലത്ത് കേരള സ്റ്റോറി എന്ന വിവാദ സിനിമ സഭയുടെ അനുഗ്രഹത്തോടെ പ്രദർശിപ്പിക്കപ്പെട്ടത് ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണം BJPക്ക് അനുകൂലമായി സംഭവിക്കും എന്ന തോന്നലുണ്ടാക്കിയിരുന്നു. എന്നാൽ അതും BJPക്ക് അനുകൂലമായ ചലനമുണ്ടാക്കിയതായി വിലയിരുത്താൻ കഴിയില്ല. ക്രിസ്ത്യൻ വോട്ടുകൾ കേന്ദ്രീകരിച്ച് BJP ദേശീയ നേതൃത്വം ദീർഘനാളായി നടത്തിയ ശ്രമങ്ങളുടെ ഫലമായി ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ താമര ചിഹ്നത്തിൽ മത്സരിച്ച ഒരു BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനായി എന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ ചില സഭാ മേധാവികൾക്കുള്ള ഈടിപ്പേടി BJPക്ക് കേരളത്തിൽ ഒരു സീറ്റ് സംഭാവന ചെയ്തു എന്ന് സാരം.